കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ നിലമ്പൂരിൽ BJP പ്രവർത്തകരും. പരസ്യപ്രചാരണം അവസാന മണിക്കൂറിലേക്കെത്തിയപ്പോൾ റോഡുകൾ കൈയടക്കി പാർട്ടി പ്രവർത്തകരുടെ കുട്ടിക്കലാശം. DJയും ഡാൻസ് ആഘോഷവുമായി BJP പ്രവർത്തകരും റോഡ് കയ്യേറി. അവസാന മണിക്കൂറുകളിൽ കാലുകുത്താനിടമില്ലാത്ത വിധം നിലമ്പൂരിൽ വിവിധ പാർട്ടി പ്രവർത്തകരാൽ തിങ്ങി നിറഞ്ഞു. റോഡ് ഷോയുമായി LDF, UDF, BJP, SDPI സ്ഥാനാർത്ഥികളും അനുയായികളും പ്രചാരണം കൊഴുപ്പിച്ചു. രണ്ടാഴ്ചയിലേറെ നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിലേക്ക് കടന്നത്. വിവാദങ്ങളും ജനകീയ വിഷയങ്ങളുമെല്ലാം ചർച്ചയായ നിലമ്പൂർ വ്യാഴാഴ്ചയാണ് വിധിയെഴുതുന്നത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. അതേസമയം നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വിജയിച്ചാൽ നിയമസഭയിൽ ബാക്കിയുള്ള 7 മാസം കൊണ്ട് 3 പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF, UDF നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല BJP നൽകുന്നതെന്നും മറിച്ച് കേന്ദ്രത്തിൽ 11 വർഷത്തെ പ്രവർത്തന മികവിൻ്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.